രാത്രികാലങ്ങളിൽ വളരെ വൈകി കച്ചവടങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു പലപ്പോഴും എന്നുള്ളൊരു നിരന്തര പരാതിയെ തുടർന്ന് രാത്രി 12 മണിക്ക് മുൻപായി കച്ചവട സ്ഥാപനങ്ങൾ അടയ്ക്കണമെന്നുള്ളൊരു നിർദ്ദേശത്തിന് സദേൺ മുനിസിപ്പൽ കൗൺസിൽ ഏകകണ്ഠം അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഈ അടുത്തിടെ സല്ലാക്കിൽ നിന്നൊക്കെ നിരവധി താമസക്കാർ പരാതി നൽകിയതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം അതോറിറ്റീസ് മുന്നോട്ട് വെച്ചത്. ലോണ്ടറികൾ, കഫേകൾ, റെസ്റ്റോറൻറ്റുകൾ, കോൾഡ് സ്റ്റോറുകൾ ഇങ്ങനെ 24 മണിക്കൂറും പ്രവർത്തിക്കാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ അനുമതി ഇല്ലാത്ത എല്ലാ സ്ഥാപനങ്ങളും ഈയൊരു നിയമം പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ പുലർച്ചെ 12 മണിക്ക് മുൻപായി കടകൾ അടയ്ക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ രാവിലെ 5 മണി തൊട്ട് രാത്രി 12 മണി വരെയുള്ള സമയത്തായിരിക്കും കടകൾക്ക് പ്രവർത്തനാനുമതി ഉണ്ടാവുക. തങ്ങൾ ഒരിക്കലും കച്ചവടക്കാർക്ക് എതിരല്ല എന്നും, എന്നാൽ താമസക്കാരുടെ ഒരു സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ പലപ്പോഴും ഇത്തരം വൈകി നടക്കുന്ന ഓപ്പൺ ആയിരിക്കുന്ന കടകളുമായി ബന്ധപ്പെട്ടൊക്കെ വാക്തർക്കങ്ങളും അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കുകളും വലിയ ശബ്ദവും ഒക്കെ ഉണ്ടാകുന്നു. ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിയമവുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് അതോറിറ്റീസ് പറയുന്നത്. അപ്പോൾ ഇത് ഗവൺമെൻറ് അംഗീകരിച്ച് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം സല്ലാക്കിലായിരിക്കും നടപ്പിലാക്കുക, പിന്നീട് സദേൺ ഗവർണറേറ്റിലും അതിനുശേഷം രാജ്യമെമ്പാടും നടപ്പിലാക്കുന്ന രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ബഹ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസം മാർച്ച് 6-ാം തീയതി ചെറിയ ചാറ്റൽ മഴ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പല പ്രദേശങ്ങളിലും ചെറിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതായും അറിയാൻ കഴിയുന്നു. ട്രാഫിക് ഡയറക്ടറേറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശം വാഹനയാത്രികരോടുള്ളത് ഇങ്ങനെ ഒരു അസ്ഥിരമായ കാലാവസ്ഥ തുടരുന്നതുകൊണ്ട് വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, കൃത്യമായൊരു അകലമൊക്കെ പാലിച്ച് വേഗത കുറച്ച് പരമാവധി പോകാൻ ശ്രമിക്കുക എന്നുമാണ്. കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്നും കടലൊക്കെ പ്രക്ഷുബ്ധമാവാനും സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യമല്ലാത്ത ഘട്ടങ്ങളിൽ പുറത്തു പോകുന്നത് ഒഴിവാക്കുക എന്നാണ് നിർദ്ദേശിക്കുന്നത്. ഇനി ഏതെങ്കിലും പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ 80008188 എന്നുള്ള നമ്പറിൽ വിളിച്ചറിയിക്കുകയും വേണം. തെരുവിൽ അനധികൃതമായി പഴങ്ങളും പച്ചക്കറികളും വിറ്റതിനെ തുടർന്ന് ഏതാനും കച്ചവടക്കാർക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് ക്യാപിറ്റൽ ഗവർണറേറ്റിൽ. ഗുദൈബിയയിലും ഷെയ്ഖ് അഹമ്മദ് അവന്യൂവിലുമൊക്കെ നടത്തിയ പരിശോധനയിലാണ് സുരക്ഷയോ ശുചിത്വമോ ഒന്നും പാലിക്കാതെ നിരവധി സ്ട്രീറ്റുകളിൽ ആളുകൾ ഇങ്ങനെ പഴങ്ങളും പച്ചക്കറികളുമൊക്കെ തുറസായി വിൽപ്പന നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇങ്ങനെയുള്ള കച്ചവടക്കാർക്കെതിരെ നടപടിയെടുക്കാനായി രാജ്യത്തുടനീളം പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസവും ക്യാപിറ്റൽ ഗവർണറേറ്റിൽ നിന്ന് ഏതാനും കച്ചവടക്കാരെ ഒഴിവാക്കിയത്. ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച 4.25 കിലോ മയക്കുമരുന്നുമായി ഒരു സംഘം ആളുകളെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഈ കഴിഞ്ഞ ദിവസം പിടികൂടി. സംശയത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അവർ കൊണ്ടുവന്നിരുന്ന ഈ ലഗേജ് ബാഗിൻ്റെ സൈഡിൽ പശ വെച്ച് ഒട്ടിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. പലതരത്തിലുള്ള മയക്കുമരുന്നിൻ്റെ ഉൽപ്പന്നങ്ങൾ രാജ്യത്ത് വിൽപ്പന നടത്താനെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഇവരിത് കൊണ്ടുവന്നത്. ഏഷ്യക്കാരായ ആളുകളുടെ ഈ ഒരു സംഘത്തിൽ ഒരു സ്ത്രീയും ഉൾപ്പെടുന്നുവെന്നാണ് അതോറിറ്റീസിൻ്റെ റിപ്പോർട്ട്. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സ് 2025 മാർച്ച് 7-ാം തീയതി വെള്ളിയാഴ്ച.